ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തുവിനും ലേഖയ്ക്കും വേണ്ടി തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ അവകാശിയായിട്ട് ഒരു പൊന്നോമനെ കടന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും എല്ലാ അർത്ഥത്തിലും ഒന്നാവുന്നു. മേഘനാണെങ്കിൽ കുടിച്ച് ഫിറ്റായിക്കൊണ്ട് ഒരു വിധത്തിൽ തൻ്റെ റൂം കണ്ടുപിടിച്ച് ബെഡിലേക്ക് വീഴുന്നു. പിറ്റേന്ന് 6 മണിയായിട്ട് മഹിയെ എഴുന്നേൽക്കാൻ വിടാതെ ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം അനന്തവും ലേഖയും ആണെങ്കിൽ കണ്ണനെയും മഹിയെയും കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നീട് കുളി കഴിഞ്ഞ് മഹി തോമസ് വൈദ്യൻ തന്ന മരുന്ന് കഴിക്കുന്നു. ശേഷം അനന്തവും ലേഖയും കണ്ണൻ്റെയും മഹിയുടെയും മുറിയിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെയും അനന്തുവിനെയും പറഞ്ഞു വിട്ടതിന് ശേഷം ലേഖയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഹിയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഞാനും അനന്തുവേട്ടനും എന്നും പറയുന്നുണ്ട് കേട്ടോ ലേഖ. പിന്നീട് ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, ഞാൻ പോയി കരുണമോളെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ, അന്ന് അമ്മ പോവൊന്നും വേണ്ട, അവൾക്ക് വേണമെങ്കിൽ വരട്ടെ. അവളുടെ ചേച്ചി മൂന്നാറ് പോയത് അവളെ ഇത്രയ്ക്ക് ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിനി ജർമ്മനിയിലേക്കും മറ്റോ ടൂറ് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മാർക്കോയെ പേടിച്ച് മേഘേട്ടനും ഇപ്പോൾ സ്ഥലം വിട്ടു കഴിഞ്ഞു. ഇനി കണ്ണേട്ടനെ തീർക്കാൻ ഞാൻ തന്നെ ഇറങ്ങി തിരിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ശേഷം കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കമലേശ്വരത്തേക്ക് തന്നെ തിരികെ പോകാൻ തീരുമാനിച്ചു വച്ചാ. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെങ്കിലും എനിക്ക് അവളെ തോൽപ്പിക്കാൻ അവിടെ നിന്നുകൊണ്ട് മാത്രമേ പറ്റൂ. ഞാനും ഉണ്ണിയേട്ടനും തമ്മിൽ ബന്ധം പിരിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൾ തന്നെയായിരിക്കും. പിന്നെ അവൾക്കും അയാൾക്കും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് എന്തായാലും ഉണ്ണിയേട്ടന് തന്നെ കമലേശ്വരൻ കമ്പനിയുടെ തലപ്പത്ത് വരാൻ സാധിക്കും. അതുകൊണ്ട് ജയിക്കുന്നത് വരെ പോരാണ്ടത് തന്നെയാണ് അച്ഛാ എൻ്റെ തീരുമാനം എന്ന് കരുണ പറയുമ്പോൾ, അതേതായാലും നന്നായി മോളെ, ഞാൻ തന്നെ മോളെ കമലേശ്വരത്തേക്ക് തിരികെ കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട് പ്രതാപൻ. ഇതേ സമയം മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഈ വീറും വാശിയും ഒരിക്കലും കെട്ടടങ്ങരുത്. ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവളെ തോൽപ്പിക്കണമെന്ന് മുത്തശ്ശിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് കാണിക്കുന്നത് ദുർഗ മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നു. മഹി ഇല്ലാത്ത തക്കം നോക്കി അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്നേഹം അഭിനയിച്ച് കൂടെ നിർത്താനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ദുർഗ വന്നിരിക്കുന്നത്. അപ്പോൾ ദുർഗയെ കാണുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ സാഗർ. നിങ്ങളെന്താ ഇവിടെ? എൻ്റെ കുഞ്ഞിനെ കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇനി അടുത്ത പ്ലാനും പദ്ധതിയായിട്ടാണോ നിങ്ങളുടെ വരവെന്ന് ചോദിക്കുമ്പോൾ, എനിക്കെൻ്റെ മോളെ കാണണമെന്ന് ദുർഗ പറയുമ്പോൾ, അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊന്നും എൻ്റെ ഭാര്യയെ കാണാൻ പറ്റില്ല. നിങ്ങൾ ഈ വീടിൻ്റെ പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നെല്ലാം സാഗര വെട്ടി തുറന്ന് പറയുമ്പോൾ, എൻ്റെ മോളെ കാണാൻ എനിക്ക് നിൻ്റെ അനുവാദം വേണോടെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടേക്ക് വരികയാണ്. അപ്പം മഞ്ജുവിൻ്റെ ആ വേഷം കണ്ട് കണ്ണ് തള്ളി പോകുന്നുണ്ട് കേട്ടോ ദുർഗയുടെ. ഇപ്പോൾ ദുർഗയാണെങ്കിൽ പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ട്, നീ എന്താടി മോളെ ഈ വേഷത്തിൽ? സെയിൽസ് ഗേൾമാരിപ്പോൾ അവരൊക്കെ എന്ന് ഈ വേഷം ധരിക്കാൻ തുടങ്ങിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ സെയിൽസ് ഗേളല്ല, കമലേശ്വരം ഫിനാൻസിയേഴ്സിലെ അക്കൗണ്ടൻ്റാണ്. ഇന്ന് ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് മഞ്ജു പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നെ സാഗരേട്ടൻ്റെ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ അമ്മയ്ക്ക് എന്നെ കാണാൻ കഴിയൂ എന്നും മഞ്ജു തുറന്നടിച്ച് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗ. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞു. ഏതെങ്കിലും ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കില്ല. അതുകൊണ്ട് നിങ്ങളെ അമ്മ എന്ന് വിളിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ആ മേഘന് വേണ്ടി കണ്ണേട്ടനെയും ഏട്ടത്തെയും ഇല്ലാതാക്കാൻ നോക്കുന്ന നിങ്ങൾക്ക് എന്നെങ്കിലും തിരിച്ചടി കിട്ടും. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ അവിടെ നിന്നും ആട്ടിപ്പായിച്ച് വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ മഞ്ജു. അപ്പോൾ ദുർഗയാണെങ്കിൽ ചമ്മി നാണം കെട്ടുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് മദ്യം കഴിച്ചതിൻ്റെ കെട്ടടങ്ങുന്നതും മേഘന് ബോധം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റൂം ബോയ് വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു കുടിയനാ നിങ്ങൾ. അടുത്ത റൂമുകളിലൊക്കെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ട്, അവർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ വാണിംഗ് കൊടുക്കാൻ നോക്കുമ്പോൾ അയാളുടെ നേരെ തട്ടിക്കയറുന്നുണ്ട് കേട്ടോ മേഘൻ. ഞാൻ എൻ്റെ കാശിനാണ് കുടിക്കുന്നത്, ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് ഇവിടെ റൂം എടുത്തിരിക്കുന്നത്, അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? എനിക്ക് ഇനിയും ഒരു ബോട്ടിൽ കൂടി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഇതേ സമയം കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവർ വീണ്ടും പുറത്ത് ചുറ്റിക്കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. വീണ്ടും അവർക്കൊരു സർപ്രൈസായിട്ട് മണിയറ ഒടുക്കിയതിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ണനും മഹിയും വീണ്ടും അനന്തുവിനോടും ലേഖയോടും നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് നടക്കുന്ന ആ ഒരു ദൃശ്യങ്ങളെല്ലാം അനന്തു ആണെങ്കിൽ അതിൻ്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവർ കണ്ണനും മഹിക്കും അത് കാണിച്ചു കൊടുക്കുന്നു അനന്തു. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് കണ്ണനും മഹിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ.
നാളെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം അവരെ കാണിച്ചു കൊടുക്കാമെന്നും അച്ഛൻ്റെയും അമ്മയുടെയും ഹണിമൂൺ കാഴ്ചകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നും ഇത് നല്ല മധുരമുത്തരമുള്ള ഒരു ഓർമ്മയായിരിക്കും എന്നൊക്കെ അനന്തവും ലേഖയും അവരോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അനന്തുവിൻ്റെയും കണ്ണൻ്റെയും ജർമ്മനിയിലുള്ള ഒരു ഫ്രണ്ട് കണ്ണനെ വിളിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് പോയപ്പോൾ നീ ഓക്കെ ആയല്ലേടാ, നിന്നെയും നിൻ്റെ ഭാര്യയും സ്വീകരിക്കാനായിട്ട് ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ നീ നിൻ്റെ ഭാര്യയും കൂട്ടി വരണം, ജർമ്മനിയിലേക്ക് വരണം, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുമ്പോൾ സ്വീകരിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വിടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ആ മുലമുകളിൽ കുറേ നേരം കൂടി അവരവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ പ്രതാപനെയും കൂട്ടി കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇതേ സമയം തന്നെ മോഹിനിയുടെ ഫോണിലേക്ക് ചില മെസ്സേജൊക്കെ വരുന്ന ശബ്ദം കേട്ട് കരുണ അതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവളായിരിക്കും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നത്, പുന്നാര മോളായിരിക്കും അവിടെ അടിച്ചു പൊളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടും അസൂയയും കൂടി ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിലെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഫോട്ടോസ് എല്ലാം കണ്ട് ശരിക്കും സമനില നെറ്റി പോകുന്നുണ്ട് കേട്ടോ കരുണയുടെ. കാരണം അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ അവരവിടെ അടിച്ചു പൊളിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ശരിക്കും കലി തുള്ളുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. ഇതേ സമയം പ്രതാപനും അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം കരുണ പ്രതാപനെയും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ കണ്ണന് നടക്കാൻ തുടങ്ങി, അവർ ഹണിമൂൺ യാത്രയ്ക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതോടുകൂടി തന്നെ എല്ലാം കൊണ്ടും തകർന്ന തരിപ്പടി മഹാലക്ഷ്മിയെ തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കമലേശ്വരത്തേക്ക് പോകാം എന്ന് തീരുമാനിച്ചിരുന്ന കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കാണെങ്കിൽ കനത്തൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്